സുഹൃത്തുക്കളെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതവും മഹത്കരവുമാക്കപ്പെട്ട ഈ സ്തുതിനത്തിൽ നിങ്ങൾക്ക് മുൻപിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, സൂര്യനും ചന്ദ്രനും അടക്കം കോടാനകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് പോലും കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയുന്നത്? കാരണം എന്നെയും എന്നെ മുന്നിലിരിക്കുന്ന നിങ്ങളെയും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിന് പോലും കാരണക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു, നബിയെ, അങ്ങില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്നാണ്. അവസാനം ഭൂമി ലോകത്തോട് വിട്ട് പറയുന്ന സമയത്തും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ചു പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുകയും പാതകൾ പിൻപറ്റുകയും ചെയ്യൽ നാം ഓരോരുത്തരുടെയും കടമയാണ്. നാളെ മഹ്ശറാവൻ സഭയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന് മുൻപിൽ മനുഷ്യൻ വിറപ്പിൽ മുൻകുളിച്ചു നിൽക്കുമ്പോൾ ആദനബി മുതൽ സർവ്വനബിമാരുടെയും സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷയ്ക്കായി അപേക്ഷിക്കുമ്പോഴും അവർക്കെല്ലാം രക്ഷകനായി എത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് എന്ന സത്യം നാം ഓരോരുത്തരെ കൂടുതൽ ആവേശഭരിതമാക്കുന്നു. പ്രിയമുള്ളവരെ, അറേബ്യയുടെ മണൽപ്പരപ്പിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന് മുൻപിൽ ഖുറൈശികളുടെ ഭീഷണിക്ക് മധ്യേ അള്ളാഹുവിനെ സർവ്വം സമർപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലെ വേറെ ആരാണ് ഈ ഭൂമി ലോകത്തുള്ളത്? ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അൻസാരികളുടെ നേതാവായ സഹദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചരിത്രത്തിൽ തങ്ങൾ ലിപികളാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിങ്ങനെ: തിരുദൂതരെ, ആ തുലക്കുന്ന കടലിലേക്കാണ് അങ്ങ് ഞങ്ങളോട് ചാടാൻ ആജ്ഞാപിച്ചിരുന്നതെങ്കിൽ അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ശരീരം കഷ്ണം കഷ്ണമാക്കി മുറിക്കപ്പെട്ടാലും അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ്. പ്രിയമുള്ളവരെ, അവസാനം ഭൂമി ലോകത്തോട് വിട പറയുന്ന സമയത്ത് സ്വഹാബിമാർക്കുണ്ടായിരുന്ന ദുഃഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന ദുഃഖത്തിന് ലോകം കണ്ടതിലേറ്റവും വെച്ച് വേദനാജനകമായിരുന്നു. പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് മുഹമ്മദ്